ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വീക്ക്ലി റീഡിംഗ് വ്ളോഗായിട്ടാണ്. ഈ വ്ളോഗിൽ ഞാൻ 2 ബുക്സാണ് വായിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. രണ്ടും ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത 2 ബുക്സാണ്. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതാണ് ഫസ്റ്റ് ബുക്ക്, ദ റോഡ് ട്രിപ്പ്. ഇത് ഒരു റൊമാൻസ് നോവലാണ്, ഒരു കോസി റൊമാൻസ് നോവൽ. വായിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാം ലൈക്ക് ഇതൊരു 3 സ്റ്റാർ റീഡായിരിക്കും. ലൈക്ക് നമ്മൾ വായിച്ചിട്ട് പിന്നെ ലൈക്ക് വായിക്കുമ്പോൾ നല്ല ഫണ്ണായിരിക്കും, ബട്ട് ദെൻ നമ്മൾ അതിനെ പറ്റി എല്ലാം മറക്കും. ലൈക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പോലെ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു റീഡ് ആവും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനിതാ ഇത്ര എത്തിട്ടോ. ഐ ഡോണ്ട് നോ, ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആണ്. ഐ എം കൈൻഡ് ഓഫ് എൻജോയിങ് ദിസ്. സോ എന്താ കാരണം എന്നറിയില്ല. സോ ദി സ്റ്റോറി ഈസ് അബൌട്ട് ആഡി. അപ്പോൾ ആഡിയും അവളുടെ സിസ്റ്റർ ഡെബും കൂടെ ഒരു കല്യാണത്തിന് വേണ്ടി പോകണം. അപ്പോൾ ഒരു 2 ദിവസം എടുക്കുന്ന കല്യാണം. സോ അവർ കാറിൽ യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാറിന് ബാക്കിൽ വന്നിട്ട് വേറൊരു കാറ് വന്ന് ഇടിക്കും. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ അത് ആഡിയുടെ എക്സ് ബോയ് ഫ്രണ്ടാണ്. ഭയങ്കര കോയിൻസിഡൻസ്. പക്ഷേ 2 കൂട്ടരും പോകുന്നത് ഈ സെയിം കല്യാണത്തിനാണ്. അപ്പോൾ ഈ കാർ ക്രാഷ് ആയതുകൊണ്ട് തന്നെ അവരുടെ കാറിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല യാത്ര. സോ എല്ലാവരും കൂടെ ആഡിയുടെ കാറിലാണ് പോകുന്നത്. സോ ആഡി, ഡെബ്, പിന്നെ അവരുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അതിന്റെ കൂടെ ഡൈലനും മാർക്കസും. ഡൈലനാണ് ആഡിയുടെ എക്സ് ബോയ് ഫ്രണ്ട്. അപ്പൊ അവർ രണ്ടുപേരും, ആഡിയും ഡൈലനും തമ്മിൽ ആ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ, സോ ആ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട്. സോ അവർ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. ഡെബ്, ആഡിയുടെ സിസ്റ്റർ, ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മാർക്കസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഡൈലന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാർക്കസ്. അടുത്ത റോഡ്നി ഒരു എന്താ പറയാ, ഒരു ഫൂൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ ഇവരെല്ലാരും കൂടി ഈ റോഡ് ട്രിപ്പ് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓൺ ദ വേ സംഭവിക്കുന്നുണ്ട്, വിച്ച് മേക്സ് അവരുടെ ആ യാത്ര എന്താ പറയാ നല്ല സ്മൂത്ത് ആയി പോകാൻ പറ്റുന്നില്ല. കൂടെ ഈ ഒരു ഓക്വേർഡ്നെസ് കാരണം എന്താണ്, ഇവർ രണ്ടുപേരും സംസാരിക്കുന്നില്ല. അപ്പോൾ ടോട്ടലി അവരുടെ ഇടയിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും പറയാൻ വയ്യ. ഇനി ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ മാർക്കസിന് വായിക്കൊരു ലൈസൻസ് ഇല്ല. സോ മാർക്കസ് ഇങ്ങനെ ഇടക്കിടക്ക് ടോപ്പിക് കൊണ്ടുവരും. ആഡിയാണ് ഡൈലനെ ഡംപ് ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കും. മാർക്കസ് ഇങ്ങനെ ആഡിനെ കുറ്റം പറയും. അപ്പോൾ ആഡിയുടെ സിസ്റ്റർ ഡെബ് കയറി ഇടപെടും. ലൈക്ക് എന്തിനാ എന്റെ സിസ്റ്ററിനെ പറഞ്ഞത്, ഡൈലനും അങ്ങനെ ആയിരുന്നല്ലോ. സോ അങ്ങനെ കൈൻഡ് ഓഫ് കോൺവെർസേഷൻ ആണ് ഇൻ ബിറ്റ്വീൻ. സോ ഐ എം ഹാവിങ് സോ മച്ച് ഫൺ. അതൊക്കെ നമുക്ക് 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് കിട്ടുന്നത്. ഒന്ന് പ്രസന്റ്ലി നൗ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്, അതുപോലെ ദെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ പോവാണ്. സോ ദെൻ എന്നുള്ള പാർട്ടിലാണ് എന്തുകൊണ്ടാണ് ആഡിയും ഡൈലനും ബ്രേക്കപ്പ് ആയത് എന്നുള്ള റീസൺ. നമുക്ക് എന്താണ് അവരുടെ ഈ ഒരു ബ്രേക്കപ്പിന് കാരണം നമുക്ക് ഇതുവരെ അറിയില്ല. സോ ആ ഒരു പാർട്ട്, അവര് മീറ്റ് ചെയ്ത പാർട്ടൊക്കെയാണ് ദെന്നില് പറയുന്നത്. നവ്വില് ഇപ്പോഴുള്ള ആ റോഡ് ട്രിപ്പ്. ഇനിയൊരു എന്താ പറയാ, ചെറിയൊരു മൈൽഡ് സ്പോയിലർ ആണ്. ഇതില് ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈക്ക് ഹൗ മച്ച് എന്താ പറയാ, മാർക്കസും ഡൈലനും എത്രത്തോളം അറ്റാച്ച്ഡ് ആണെന്നുള്ള. ഇതില് ഡൈലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആളാണ്. അപ്പോൾ ഗഡ്സ് ഇല്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഡൈലനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മാർക്കസ് എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഫ്രണ്ട്, സോ ആ ഫ്രണ്ട് പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ എന്താ പറയാ, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മാർക്കസിന് ഇഷ്ടാവണില്ല. ആൻഡ് മാർക്കസ് എന്താ പറയാ, മാർക്കസ് ഡൈലനോട് ചെയ്യുന്നത്, മാർക്കസ് വിചാരിക്കുന്നത് ഹി ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്. അപ്പൊ മാർക്കസ് ഡൈലനോട് പറയുന്നത് ലൈക്ക് നീ ഇങ്ങനെ അവൾക്ക് വേണ്ടി ചേഞ്ച് ആവുന്നത് നല്ലതല്ല. ബട്ട് ഡൈലനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ഒരു ചേഞ്ച് അവനക്ക് നല്ല എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഹി ഈസ് ഫൈൻഡിങ് ഹിംസെൽഫ് ത്രൂ ആഡി. ഡൈലൻ അത് മാർക്കസിനോട് പറയാനുള്ള ഒരു ഗട്ട്സ് ഇല്ല എന്ന് തോന്നുന്നു. ആഡിക്ക് തീരെ മാർക്കസിന് ഇഷ്ടമല്ല. സോ ആഡിക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇടപെടാന് വലിയ താല്പര്യമില്ല. ആൻഡ് മാർക്കസും ഡൈലനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കാലം മുന്നുള്ള ഫ്രണ്ട്സാണ്, ഭയങ്കര തിക് ഫ്രണ്ട്സാണ്. സോ ഇത്രയും കാലം ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പെട്ടെന്ന് ഡൈലന് വന്നൊരു മാറ്റം മാർക്കസിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടുള്ള
കുറച്ച് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. സോ ഒരു ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഡൈലന് അതിൽ നിന്ന് പുറത്തു വരാനും പറ്റുന്നില്ല. കാരണം ഡൈലന് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും കൂടെ ഉണ്ടായിരുന്നത് മാർക്കസ് ആണ്. അപ്പോൾ പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒന്നും ചെയ്യാനും പറ്റുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് കുറച്ചും കൂടെ എന്താ പറയുക ഹീറ്റ് കൊണ്ടുവരുന്നുണ്ട് ഇവരുടെ ആ ഒരു ഡിസ്കഷനിലും അവരുടെ ആ ഒരു ഇതിലൊക്കെ. സോ ആ ഒരു എലമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. ഇത്രയും ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദർ ബ്രേക്കപ്പ്. സോ ആ ഒരു ഭാഗം ഞാൻ എത്തുന്നുള്ളൂ. സോ ഐ എം സോ ഹാപ്പി ഇങ്ങനെ ഒരു ബുക്ക് വായിക്കാൻ പറ്റിയതിൽ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ദ നെക്സ്റ്റ് വൺ ഇസ് ദ ടീച്ചർ ബൈ ഫ്രീഡ മക്ഫാഡൻ. സോ ഈ ഓതറിനെ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ട് കാണുന്നുണ്ട്. സോ ഹൗസ് മെയ്ഡിന്റെ സെയിം ഓതറാണ്. ഹൗസ് മെയ്ഡ് എനിക്ക് എന്താ പറയുക ഒരു 3 സ്റ്റാർ റീഡായിരുന്നു. ബട്ട് ഇറ്റ് ഹാഡ് ഓൾ ദാറ്റ് എന്താ പറയുക കാരിൻ സ്ലോട്ടർ വൈബ് ഉണ്ടായിരുന്നു. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഭയങ്കര വാട്ട് ടു സേ മോറലി ഗ്രേ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ടോർച്ചർ അതൊക്കെ ആയിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തത്. സോ ഐ ലവ് സച്ച് ഡാർക്ക് തിങ്സ്. ഇമോഷണൽ ഡാർക്ക് സാഡ് തിങ്സ് ആണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം rather than fluffy happy things happening in the book. So let's see how this one goes. You know what, this was fun. ശരിക്കും എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനിതൊരു മിഡിയോക്കർ എന്താ പറയുക ഒരു ആവറേജ് റീഡ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വായിച്ചു തുടങ്ങിയത്. ബട്ട് ദെൻ എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബുക്കിൽ. സോ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ 4 സ്റ്റാർ റീഡ് ആൻഡ് ഐ എം സോ സർപ്രൈസ്ഡ്. കാരണം ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ. കാരണം ഒന്നാമത് ഞാൻ റൊമാൻസ് ഗേളി അല്ല, എനിക്ക് റൊമാൻസിൻ്റെ ഒരു ജോണറല്ല. ബട്ട് ഞാൻ വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ എടുക്കും, ജസ്റ്റ് ഇങ്ങനെ കോസി ടൈമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായിക്കുന്ന ഒരു ജോണർ. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് അത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേര് വായന ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ വായിച്ചിട്ട് അത്രയും അഭിപ്രായം പറഞ്ഞൊരു ബുക്ക്. സോ എനിക്ക് അറിയാം ഗോയിങ് ഇൻ ടു ഇറ്റ് ദാറ്റ് ഐ വിൽ ലവ് ദിസ് വൺ. ആദ്യം അറിയായിരുന്നു. ബട്ട് ഇതങ്ങനെയല്ല, ഇതൊരു ന്യൂ ഓതറാണ്. പിന്നെ ഇപ്പോൾ റിലീസ് ആവുന്ന ഈ റൊമാൻസ് ബുക്സ് ഒന്നും എനിക്ക് അത്രയും അപ്പീലിംഗ് ആയിട്ട് തോന്നാറില്ല. ആൻഡ് ആകെ ഇപ്പം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഒന്ന് ലവ് ഹൈപ്പോത്തസിസ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഞാൻ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ ഒരു ഭയങ്കര വലിയ റീഡിങ് സ്ലംബിലായിരുന്നു. അപ്പം അതിൽ നിന്ന് റിക്കവർ ആവാനാണ് ഞാൻ അത് വായിച്ചത്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. മേ ബി ഇപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അതേ അഭിപ്രായം ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇതിൽ എന്തൊക്കെയോ എനിക്കിഷ്ടമായി. ഇതിൽ ഒട്ടും സ്പൈസ് ഇല്ല. സോ നിങ്ങൾക്ക് സ്പൈസ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പിക്ക് ദിസ് വൺ. കാരണം തീരെ സ്പൈസ് ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇത് ഇഷ്ടമായി. കാരണം കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ഓൺ റിലേഷൻഷിപ്പ് അതർ കാര്യങ്ങളിലാണ് റാദർ ദാൻ സ്പൈസ് ആൻഡ് ഓൾ. എവിടെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയില്ല. അവർ ആ ഒരു ജേർണിയിലാണ്. അപ്പം നമുക്ക് 2 പെർസ്പെക്റ്റീവ് കിട്ടുന്നുണ്ട്, ദെൻ നൗ. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ദെൻ എന്നുള്ള പെർസ്പെക്റ്റീവ്. ബിക്കോസ് എനിക്ക് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് അവരുടെ ഇടയിൽ സംഭവിക്കുന്നത്, ആഡിയുടെയും ഡൈലൻ്റെയും ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ക്ലിയർലി ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ആ ദെൻ പാർട്ടിൽ നേരെ മറിച്ച് നൗ പാർട്ടിൽ നമുക്കിങ്ങനെ അവരുടെ വണ്ടി സ്റ്റക്ക് ആവുക അങ്ങനത്തെ കുറേ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. കാരണം അവർക്ക് കറക്റ്റായിട്ട് യാത്ര അവർക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഓരോ തടസ്സങ്ങളായിട്ട്. സോ അതൊക്കെയാണ് നൗ പാർട്ടിയിൽ കാണുന്നത്. ഇനി ഡബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര സപ്പോർട്ടീവ് ക്യാരക്ടറാണ്. ലൈക്ക് ആഡി എന്ത് റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ലൈക്ക് ആഡിയുടെ സിസ്റ്റർ ഡബിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും ലൈക്ക് ഇങ്ങനെയൊക്കെ. കാരണം ആഡി ലവിലാണ് ഡൈലനായിട്ട്. അപ്പോൾ ആഡിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രൂത്ത് മനസ്സിലാവില്ല. അതങ്ങനെയാണല്ലോ, നമ്മൾ ലവിലാവുമ്പോൾ നമ്മൾ കാണില്ല ചില കാര്യങ്ങൾ. സോ ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്. ഇതിലെ ക്യാരക്ടേഴ്സ് നിങ്ങൾ അത്ര ഇമ്പാക്ട് ചെയ്യോ അല്ലെങ്കിൽ ഒരുപാട് കാലം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അത്ര ഇമ്പാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണോ ചോദിച്ചാൽ അല്ല. ബട്ട് something about this was entertaining. So if you want a cozy book, ലൈക്ക് നിങ്ങളൊന്നെങ്കിൽ സ്ലംബിലാണ് അല്ലെങ്കിൽ
നിങ്ങൾക്ക് വേറെയുള്ള ഫാൻറ്റസിയൊക്കെ വായിച്ചിട്ട് യു ഡോണ്ട് നോ വാട്ട് ടു പിക്കപ്പ്, അപ്പോൾ നിങ്ങൾക്കൊരു കോസി ആയിട്ടുള്ളൊരു പെട്ടെന്ന് വായിക്കാൻ പറ്റിയൊരു ബുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചെക്ക് ദിസ് വൺ. നമുക്ക് വൺ ടൈം കാണാൻ പറ്റിയൊരു മൂവിയൊക്കെ പോലെ വൺ ടൈം റീഡബിൾ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ബുക്കാണിത്. കുറച്ചൊരു ഡീപ്പ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ബട്ട് if you want you can check the trigger warnings, but I don't know അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അത് എഴുതുന്നൊന്നുമില്ല. സോ I think that would be അപ്പോൾ എനിക്ക് തോന്നുന്നു it's fine. So that's my review. It's a 4-star book. I really enjoyed it. അപ്പോൾ ഇത് ഞാൻ എവിടെ എത്തി അറിയോ? ഇവിടെ എത്തി. ഓൾമോസ്റ്റ് എനിക്ക് കുറച്ചുകൂടെ ഉള്ളൂ. ഇന്ന് ഞാനിതിലെ പാർട്ട് 2 എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയി പോകുന്നുണ്ട്. എല്ലാ ത്രില്ലറിനെ പോലെ തന്നെ ഭയങ്കര ക്യൂരിയസ് അടുപ്പിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ഈവിന്റെ ഹസ്ബൻഡ് നെയ്റ്റ്. ഈവ് ഒരു മാത്ത് ടീച്ചറാണ്, അതുപോലെ നെയ്റ്റ് ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. രണ്ടുപേരും പഠിപ്പിക്കുന്ന ഒരേ സ്കൂളിലാണ്. രണ്ടുപേരും ഫോളൻ ഔട്ട് ഓഫ് ലവ് എന്നൊക്കെ പറയാം. ലൈക്ക് അവരുടെ ആ ഒരു ബാഡ് സ്റ്റേജ് ആണ് മാരേജിൽ. സോ ഒരു വർഷം മുന്നേ ഒരു സ്കാൻഡൽ ഉണ്ടായി. ഒരു മാത്ത് ടീച്ചറും ഒരു കുട്ടിയും തമ്മിൽ. എന്താണ് സ്കാൻഡലിന് ഇതുവരെ റിവീൽ ആയിട്ടില്ല. സോ ആ മാത്ത് ടീച്ചറും ഈവിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ടീച്ച് ചെയ്യുന്ന ഒരു മാഷാണ്. ആ ഒരു മാഷിനെ ഈവിനെ അടുത്തറിയാം. അപ്പൊ ഈവിനെ അറിയാം ആ മാഷ് ഒരിക്കലും അങ്ങനെ ഒരു ഇതിൽ സ്കാൻഡലിൽ വരാൻ ചാൻസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈവിന് സംശയം ഈ ഒരു കുട്ടീനോടാണ്. ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് ആഡി. അപ്പൊ നമുക്ക് ഇതിൽ 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് കിട്ടുന്നത്. ഒന്ന് ഈവിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഒന്ന് ആഡിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ ഇനി ആഡിയുടെ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് കാണാൻ പറ്റുന്ന ആഡി ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. ലൈക്ക് ആ ഒരു ഇഷ്യൂവിന് ശേഷം അവൾക്ക് സ്കൂൾ പോകാൻ വലിയ താല്പര്യമില്ല. അവൾക്ക് എന്താ പറയാ, അവളെ ബുള്ളി ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാരും കളിയാക്കിയിട്ടും അങ്ങനെയൊക്കെ. ബട്ട് ആഡി എടുത്തെടുത്ത് പറയുന്നുണ്ട് ലൈക്ക് ആ ഒരു സ്കാൻഡലിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇടക്കിടക്ക് പറയുന്നുണ്ട്. അതുപോലെ ആഡിയുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മളിൽ നിന്ന് ഒരുപാട് ഒളിപ്പിച്ചെക്കുന്നുണ്ട്. ലൈക്ക് ആസ് എ റീഡർ നമുക്ക് പല കാര്യങ്ങളും ആഡി പറഞ്ഞു തരുന്നില്ല. സോ ഓഫ് കോഴ്സ് എന്തൊക്കെയോ ആ സ്കാൻഡലിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആഡി എന്തൊക്കെയോ ട്രൂത്ത് പറയുന്നുണ്ട്, ബട്ട് നോട്ട് എൻറ്റയർ ട്രൂത്ത്. ഇതൊരു പുതിയ വർഷം തുടങ്ങിയതാ. ഈവ് മാത്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ആഡി ഉണ്ട്. അതുപോലെ തന്നെ ഈവിന്റെ ഹസ്ബൻഡ് നെയ്റ്റ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ക്ലാസ്സിലും ആഡി ഉണ്ട്. ആഡിയുടെ ബെസ്റ്റ് സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ആഡിക്ക് പോയിംസ് ഭയങ്കര ഇഷ്ടമാണ്. ആഡിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ നെയ്റ്റ് പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ നെയ്റ്റിന് ഇഷ്ടപ്പെട്ട അതേ ഒരു പോയറ്റിനെ ആഡിക്കും ഇഷ്ടമാണ്. സോ അവർ രണ്ടുപേരും ഇപ്പൊ ഒരു എന്താ പറയാ കൈൻഡ് ഓഫ് ഒരു ബോണ്ടിങ് വരുന്നുണ്ട്. സോ അതേ അവൾക്ക് ആ ഒരു കൊല്ലം മുന്നുണ്ടായ ആ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലാണ് ഇതും പോകുന്നത്. പക്ഷെ ആഡി ഈസ് ലൈക്ക് ഐ ഡോണ്ട് കെയർ. അപ്പോൾ ആഡി വീണ്ടും അതേ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് എനിക്ക് ആഡിക്ക് എന്താ പറയാ പേടി തോന്നുക ചില സമയത്ത് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ. സോ ആ ഒരു സൈഡിൽ അങ്ങനെ ഒരു ഫാസിനേഷൻ പോകുന്നുണ്ട്. ഇനി ഈവിന്റെ സൈഡിൽ ഈവ് ഭയങ്കര ഷൂസുമായിട്ട് ഫാസിനേറ്റഡ് ആണ്. അപ്പോൾ അവരത്ര റിച്ച് ഒന്നല്ല രണ്ടുപേരും. ആഡിയും ഈവും നെയ്റ്റും അത്ര എന്താ പറയാ റിച്ച് കപ്പിളൊന്നല്ല. പക്ഷെ എന്നിട്ട് ഈവ് പോയിട്ട് ഒരുപാട് ഷൂസ് വാങ്ങിക്കുക നെയ്റ്റ് കാണാതെ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോയിങ്ങാണ്ട് ഒരു ഷൂ സ്റ്റീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ഷീസ് ലൈക്ക് ഞാനിത് മുന്നേ ചെയ്യാറുണ്ടായിരുന്നല്ലോ. ബട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഈവിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. സോ ഈവ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ടീച്ചർ. അതുപോലെ തന്നെ ആഡി ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യാരക്ടർ. സോ നമുക്കിതിൽ റിലേ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ പോലും ഇല്ല. എല്ലാവരും തന്നെ മോറലി ഗ്രേ ക്യാരക്ടേഴ്സ് ആണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. അതുപോലെ നെയ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഒരു ഗുഡ് ആളാണെന്ന്. കാരണം നെയ്റ്റ് ഇങ്ങനെ ഈ കുട്ടീനോട് ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നത് മേ ബി അവളുടെ ആ ഒരു റെപ്യൂട്ടേഷൻ കാരണമായിരിക്കാലോ നെയ്റ്റ് ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നത്. ഓൾറെഡി അവരുടെ മാരേജ് അത്രയും ബോണ്ടിങ്ങിലല്ല പോകുന്നത്. സോ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ് മേ ബി. ബട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ഇന്നസെന്റ് ആക്കി എഴുതിയ ക്യാരക്ടർ ഭയങ്കര ബാഡ് ആവാം, അല്ലെങ്കിൽ ബാഡായി എഴുതിയ ക്യാരക്ടർ ആയിരിക്കാം ഇന്നസെന്റ്. ഈവ് ഭയങ്കര വെറീഡ് ആണ്. കാരണം ആഡി നെയ്റ്റിന്റെ ക്ലാസ്സിലുണ്ട്. സോ ഈവിന് ഭയങ്കര പേടി ഇനി ഇതേപോലെ സംഭവിക്കുകയോ റിപ്പീറ്റ് ചെയ്യോ. സോ അതൊക്കെയാണ് ഈവിന്റെ വെറി. സംതിങ് അബൌട്ട് ഈ ഫ്രീഡ മെക്ഫാഡന്റെ റൈറ്റിംഗ് ഈസ് കൈൻഡ് ഓഫ് അഡിക്റ്റീവ്. ലൈക്ക് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആണ്. ലൈക്ക് വി നീഡ് ടു നോ മോർ അബൌട്ട് ദിസ് ക്യാരക്ടർ. സോ അത് എന്താ പറയാ, എനിക്ക് പെട്ടെന്ന് വായിച്ച് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇത് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സമയമോ ഒരു സാഹചര്യമോ ഒന്നുമല്ല. ബട്ട് എനിക്കിത് പറയണം തോന്നി. കാരണം ഇതിൽ ഞാൻ 200 പേജസ് എത്തി. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ലൈക്ക് ഒരു ക്യാരക്ടർ ഒറ്റ ക്യാരക്ടർ പോലും ഇല്ല ഇതിൽ.
നല്ലത്. ലൈക്ക് എല്ലാവരും നോട്ട് ബാഡ് ബട്ട് വേഴ്സ്, എല്ലാവരും വേഴ്സ് ആൻഡ് ദേ ആർ ഡൂയിങ് ബാഡ് സ്റ്റഫ്സ്. സോ യുനോ ഇതിൽ ഞാനിപ്പോൾ ഒരു പോർഷൻ വായിച്ചിട്ട് എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് എനിക്കൊരു ബ്രീത്തർ എടുക്കണം. ലൈക്ക് ഐ കുഡിൻ കണ്ടിന്യൂ. എനിക്കത് പിന്നെ അത് തുടർന്ന് വായിക്കാൻ പറ്റില്ല. ലൈക്ക് ഇറ്റ് വാസ് സോ ഗ്രോസ്. ലൈക്ക് ഐ ഹാഡ് ടു ടേക്ക് എ ബ്രീത്തർ. സോ അങ്ങനെയുള്ള മൊമെൻറ്റ്സാണ് ഇപ്പോൾ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഈവൻ ദോ ദ ടോപ്പിക്സ് മെൻഷൻഡ് ഇസ് ഗ്രോസ്, ഇറ്റ്സ് ത്രില്ലിങ്. ഹലോ, ഒരു റീഡിങ് അപ്ഡേറ്റ്. അപ്പോൾ ഇന്നലെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു ചെറിയ കുഞ്ഞ് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ലൈറ്റിംഗ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ടീച്ചർ ബൈ ഫ്രീഡ മക്ഫാഡൻ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു 5 സ്റ്റാർ റീഡാണെന്ന്. പക്ഷേ അല്ല, ദിസ് വാസ് എ 3.5 സ്റ്റാർ റീഡ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര ഗ്രോസ് ആയിട്ടുള്ളൊരു ഭാഗമായിരുന്നു. ലൈക്ക് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമായിരുന്നു എനിക്ക്. ആൻഡ് പിന്നെ പ്രത്യേകിച്ചൊരു മിസ്റ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല ലൈക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ. ബട്ട് ദെൻ പിന്നെ നമുക്കിങ്ങനെ ഓരോ റിവീലിങ്സ് ഒക്കെ വന്നു തുടങ്ങി. ആൻഡ് ദെൻ ഇറ്റ് പിക്ഡ് അപ്പ്. സോ ത്രൂ ഔട്ട് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ലൈക്ക് വിൽ കീപ് യു ഓൺ ദ എഡ്ജ് എന്നൊക്കെ പറയില്ല, ഭയങ്കര പോപ്കോണി ആയിട്ടുള്ള പെട്ടെന്ന് വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ ഗുഡ് ഹ്യൂമൻ ബീങ്സ് ആണ്. ബട്ട് ദേ ആർ വീക്ക്. അവർക്ക് നല്ലൊരു പെർഫെക്റ്റ് മർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്രൂവൽ കാര്യങ്ങൾ ചെയ്യാനോ അവരെ കൊണ്ട് കഴിയില്ല. അല്ലെങ്കിൽ ഒരു വലിയ സീക്രട്ട് ഹൈഡ് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും അവർക്ക് പറ്റില്ല. പക്ഷേ അവരുടെ സിറ്റുവേഷൻ അവർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേഴ്സ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ പൊട്ടൻഷ്യലുള്ള ക്യാരക്ടേഴ്സ് വരുന്ന ഒരു ബുക്കാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രമിസ് ഞാൻ പറഞ്ഞത് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ. ഇനി വാട്ട് ഐ ഡിഡൻ ലൈക്ക് ഈസ് ദ എൻഡിങ്. ഞാൻ പൊതുവേ ഈ ഒരു ഫ്രീഡ മക്ഫാഡൻ്റെ പ്രീവിയസ് ബുക്കിലും ഞാൻ ശരിക്കും നേരിട്ടൊരു കാര്യമാണ്. ഇതിൻ്റെ എൻഡിങ് ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു. ഈവൻ ആ ഒരു ബുക്കിലും എനിക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്തിരുന്നു. ബട്ട് യുനോ അവളുടെ ആ ഒരു റൈറ്റിംഗ്, പിന്നെ അതുപോലെ ആ ഡാർക്ക് ക്യാരക്ടേഴ്സ്, മോറലി ഗ്രേ ക്യാരക്ടേഴ്സ്, അതുപോലെ ടോർച്ചർ, അതൊക്കെയാണ് എനിക്ക് അവളുടെ ബുക്കിൽ ഇഷ്ടം. സോ അതൊക്കെ ഇതിലും ഡെലിവർ ആയിട്ടുണ്ട്. എൻഡിങ്ങിൽ ഒരുപാട് ട്വിസ്റ്റ് വരുന്നുണ്ട്. സം ഓഫ് ദം ഷോക്ക്ഡ് മീ, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ലാസ്റ്റ് എപ്പിലോഗിലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി വി നോ, നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഓൾറെഡി വി നോ ദേ ആർ ബാഡ്. അപ്പോൾ ഒരു കാര്യം കൂടി ടു ടെൽ ലൈക്ക് ദേ ആർ ബാഡ്. സോ അതൊരു പോയിന്റ്ലെസ് ആയിട്ട് എനിക്ക് തോന്നി. ബട്ട് യു നോ ഐ ഹാഡ് സോ മച്ച് ഫൺ റീഡിങ് ദിസ്. ലൈക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഭയങ്കര എൻഗേജിങ് പ്ലോട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ത്രൂ ഔട്ട്. സോ ആ ഒരു കാര്യത്തിൽ യു നോ യു ക്യാൻ ഈസിലി റീഡ് ദിസ് വൺ. സോ ഡെഫിനറ്റ്ലി പിക്ക് ഇറ്റ് ഇഫ് യു ലവ് ദ പ്രമിസ്. ഇനി രണ്ട് രീതിയിലും നല്ല ബുക്സ് ആയിരുന്നു. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു റീഡറാണ്, നിങ്ങൾക്ക് എൻ്റെ റീഡിങ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ please subscribe. So I will see you with another vlog. Till then, bye bye and take care.